ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, അതേപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. ഇപ്പം കറൻ്റ്ലി ഞാൻ 7 months പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ 7 മാസം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ്. സാധാരണ ഞാൻ 7 മണിയാവും. ഇന്ന് അഖിലിന് മേളമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 6 മണിയായപ്പോൾ എണീറ്റ് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് 6 മണിയായപ്പോൾ എണീറ്റത്, അല്ലെങ്കിൽ ഞാൻ 7 മണിക്കാണ് എണീക്കാറ്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എണീറ്റ് പല്ലുപോലും തേച്ചിട്ടില്ല. ഞാനിപ്പം കുറച്ച് അധികം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടും കൂടി ആയതുകൊണ്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതിന് മഴ സമയമാണെങ്കിൽ ഒട്ടും വെള്ളം കുടിക്കില്ലായിരുന്നു. വെള്ളം അത് നമുക്ക് വേണമല്ലോ, എങ്കിലും ഞാൻ കുടിക്കില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ചൂട് സമയമുണ്ട്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ വെള്ളം കുടിച്ച് ഇനി പല്ലൊക്കെ തേച്ചിട്ട് വരാം. അപ്പം ഞാൻ പോയി പല്ല് തേച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് ഇല്ലാത്ത ശീലമാണ്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ശീലം തുടങ്ങിയിട്ട് പോലുമില്ല. നട്ട്സ് ഇങ്ങനെ കഴിക്കുന്നത് എന്നുവെച്ചാൽ വല്ലപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കും, അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ശീലമായിട്ട് തന്നെ തുടങ്ങാം. കാര്യം ഡെലിവറി വരെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നട്ട്സ്, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമേ കഴിക്കൂ, സ്ഥിരമായിട്ടുള്ളതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും കഴിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ കുടിച്ച്, ഇപ്പോൾ എന്തോ സ്ഥിരമായിട്ട് കുടിച്ച് വെള്ളം കുടിച്ച് ആ ഒരു ശീലം തനിയെ വന്നു. ഇപ്പം എപ്പോഴും വെള്ളം കുടിക്കണം അങ്ങനെ ഒരു ഇതാണ്. ഓരോ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പം ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് മുന്തിരി. എൻ്റെ അനിയത്തി പറയും തലേദിവസം വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ടും കഴിക്കണമെന്ന്. എനിക്ക് പക്ഷേ എന്തോ മുന്തിരിയെ താല്പര്യമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ കഴിച്ച് അതിൻ്റെ പുളി എനിക്ക് ഭയങ്കര ഒരുമാതിരി ഇറിറ്റേഷൻ തോന്നും. സാധാരണ ഞാൻ 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുമ്പോൾ അമ്മ രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കും. അതിന് ശേഷമായിരിക്കും ഞാൻ എണീക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അമ്മയ്ക്ക് പോകേണ്ട ജോലിക്ക്. അപ്പോൾ അമ്മ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അടുക്കളയിൽ കയറാമെന്ന്. നേരത്തെ എണീറ്റില്ലേ, അപ്പോൾ അടുക്കളയിൽ കയറി കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടും പയറും പപ്പടവും വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അടുക്കളയിൽ പോകും. രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ആ ദിവസം എനിക്ക് പോയി. എനിക്ക് കട്ടൻ ചായ ഇതൊന്നും എൻ്റെ പ്രഗ്നൻസിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ആരും എല്ലാവരും പറഞ്ഞ് കുറച്ച് കുടിക്കണമെന്നൊക്കെയാണ്. പക്ഷെ കുറച്ചാണ് എങ്കിലും അതെനിക്ക് ഒഴിവാക്കാൻ ഒട്ടും പറ്റില്ല. ഇപ്പം സമയം 8 മണിയായി. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, റാഗി രാവിലെ കുടിക്കുന്നതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്യാസ് കയറില്ല. പിന്നീട് കുറേ കഴിഞ്ഞ് എനിക്ക് രാവിലെ ഒരു 8 മണിക്കൊന്നും കാപ്പി കഴിച്ചങ്ങ് ഇറങ്ങില്ല, ഒരു 10 മണിയൊക്കെ ആവണം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റാഗി എന്തെങ്കിലും കുറുക്കി കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാസ് കയറാതിരിക്കും. എനിക്ക് ഗ്യാസ് കയറി ഇപ്പം ഭയങ്കര ഛർദ്ദിലാണ്, കഴിച്ചത് എല്ലാം അതേപടി വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച റാഗി കുടിക്കാമെന്ന്. തുണി വിരിക്കാനായിട്ട് ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പം തുണി ഇല്ലെങ്കിൽ തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പം വെയിൽ കൊള്ളാനും അങ്ങനെ കുറച്ചൊരു 10-20 മിനിറ്റ് ഇങ്ങനെ നടക്കും. ആ സമയത്തായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ അനിയത്തി എല്ലാവരെയൊക്കെ വിളിക്കുന്നത്. ഇപ്പം പഠിക്കടൊക്കെ കയറുമ്പോൾ ഈ ശ്വാസം വലിക്കലാണ് ജോലി. ചാമ്പയ്ക്ക് പൂത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം താഴ്ന്ന് കുലുക്കിയിട്ട് എല്ലാം തറയിൽ പോയിട്ട് ചതഞ്ഞു പോവും. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ടെറസിൽ കയറി കൈ എത്തുന്ന ഭാഗത്തുണ്ടെങ്കിൽ പറിച്ച് കഴിക്കും.
അമ്മ ഉച്ചത്തേക്ക് ചോറും ചിക്കൻ കറിയൊക്കെ വെച്ച്, പക്ഷേ ആകെ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ അഡിക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 2:30. അപ്പോൾ അതിൽ മേളത്തിന് പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ് ഇത്ര നേരമായിട്ടും കണ്ടില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഞാൻ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഫോണൊക്കെ ഞോണ്ടി ഇരുന്നിട്ട് പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ കയറി കുളിച്ച്. എല്ലാ ദിവസവും ഇങ്ങനെ ഉച്ച സമയമാകുമ്പോൾ കയറി കുളിക്കും. മുമ്പൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ആണെങ്കിൽ കുളിക്കണതൊക്കെ വളരെ അപൂർവമാണ്. മേല് മാത്രം വൈകിട്ടാകുമ്പോൾ കഴിവും. ഇപ്പം ചൂടുമല്ലേ, ഭയങ്കര ചൂടായതുകൊണ്ട് ഉച്ച സമയമാകുമ്പം കയറി അങ്ങ് മേലെ കഴുകും. പിന്നെ ഫാനിൻ്റെ മുട്ടിൽ തന്നെ ഇരിക്കും ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ വാവ ചവിട്ട് രാവിലെ ഒന്നും അങ്ങനെ ഒരു അനക്കവും ബഹളമൊന്നും കാണില്ല, ചെറുതായിട്ട് എന്തെങ്കിലും. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഉച്ചയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള ചവിട്ടുണ്ട്. രാത്രിയാണെങ്കിൽ ഇങ്ങനെ വേവ് പോലെയൊക്കെ വരും. അപ്പോൾ നല്ല ചവിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു 3 മണി വരെ നോക്കാം, എന്നിട്ട് കണ്ടില്ലെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ സമയം വൈകിട്ട് 6 മണിയായി. ഞാൻ ഒരു 3:30 ആഹാരം കഴിച്ചു. അഖിൽ വന്നപ്പോൾ 4:30. പിന്നെ അഖിൽ ആഹാരം കഴിച്ചിപ്പം തിരിച്ച് വീണ്ടും പോകാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പോകണം. എനിക്ക് ചൂടെടുത്തിട്ട് വെപ്രാളവും പരവേശവും വന്നിട്ട് എനിക്ക് വയ്യ. ഞാൻ വീണ്ടും ഒന്നും കൂടി കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വൈകിട്ട് വിളക്ക് കത്തിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ വാരി ഉണക്കാനൊക്കെ ഇട്ടേക്കായിരുന്നു. അതെല്ലാം വാരിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ചൂട് ഒരു വിധത്തിൽ ഒരു രക്ഷയില്ല, ഒട്ടും സഹിക്കാൻ വയ്യ. 2 ഫാനൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. എന്നിട്ടും ചൂടിന് ഒരു കുറവുമില്ല. വെപ്രാളവും പരവേശമൊക്കെ വരുന്നത് ഈ സമയത്ത് ഭയങ്കര, നമുക്ക് ചെറിയ കാര്യം മതി പെട്ടെന്ന് നമുക്ക് ഇറിറ്റേറ്റഡ് ആവും. ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരിക്കും എന്തിനെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുളിക്കുകയോ മേലെയോ എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച്, ഇത് വേറെ ഒന്നുമില്ല ഗൈസ്, ഞാൻ വിളക്ക് കത്തിച്ച് തൊഴുതതായിരുന്നു. അപ്പോൾ ഫാൻ ഇട്ടാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു കഷ്ടപ്പാടായിരുന്നു. വേർത്തൊലിച്ച് ചൂടെടുത്ത്. പിറ്റേ ദിവസത്തെ കാപ്പിക്ക് വേണ്ടി അപ്പത്തിനോ ദോശയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഒരു 8:30 ആകുമ്പോൾ അരച്ചൊക്കെ വെക്കും. പിന്നെ എല്ലാ ജോലിയൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിൽ വിദൂരതയിലൊക്കെ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സമയം പോകണ്ടേ, ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വെളിയിലോട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ സമയം 10:30ആയി. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഗുളിയൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വാവ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ നോക്കി ഇരുന്നിട്ട് കിടന്നുറങ്ങും. ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ചെറിയ ചെക്കപ്പിന് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ദിവസമൊക്കെ പോകുന്നത്. ഞാൻ ഉറക്കം വളരെ കുറവാണ്. ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഉറങ്ങില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ ചുമ്മാ നടക്കാനൊക്കെ, വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നടക്കാനും വെറുതെ എന്തിനെങ്കിലും സമയം വിചാരിച്ചില്ല. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരുപാട് നേരം ഉറങ്ങുകയൊന്നുമില്ല. ഇപ്പം തന്നെ കിടന്നാലും ഒരു 11 മണി വരെ. അത് ഇത്തിരി കുഴപ്പമാണ് രാത്രി ഉറങ്ങാത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.